PS ഗോകുലാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് UDF-ന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നത് UDF-ന് ഒരു തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ടോ മുന്നണിയിൽ? അതായത് ഈ പോളിംഗ് ശതമാനം രണ്ട് മുന്നണികൾക്കും, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷയും നിരാശയും നൽകുന്നു എന്ന് പറയാതെ വയ്യ. കാരണം പട്ടാമ്പി, പാലക്കാട്, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട്, ഈ മൂന്ന് നിയോജക മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറയുന്നത് സ്വാഭാവികമായും വലതുപക്ഷത്തെ UDF-നെ അത് നിരാശയിലാക്കും, അവർക്ക് ആശങ്കയുണ്ടാക്കും. പക്ഷേ അതേസമയം തന്നെ മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം പോലുള്ള മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറയുകയാണ്. അത് ആർക്ക് തിരിച്ചടിയാകും? അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണോ അവിടെ നിന്ന് പോൾ ചെയ്യാതെ പോകുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെയും ആശങ്കയിലാക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം ഇതിൽ അല്പം പ്രതീക്ഷ അർപ്പിക്കുന്നത് മണ്ണാർക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന്റെ വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കുകയും അതുവഴി അതൊരു ഇടതുപക്ഷത്തിന് നേരിയ എഡ്ജ് ലഭിക്കും അതുവഴി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP-യുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ കൃത്യമായൊരു കേഡർ സംവിധാനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷന്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവരുടെ വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മേൽക്കൈ BJP-ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് BJP-യും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പട്ടാമ്പി, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് അത് എങ്ങനെ പോയി, ആർക്ക് അനുകൂലമായി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന് പറയാതെ വയ്യ. ഏകദേശം മണ്ണാർക്കാട് കഴിഞ്ഞ തവണ 78% വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ അത് 74%. ഈ വോട്ടുകൾ ആരുടെ ആണ് കുറഞ്ഞിട്ടുള്ളത്? അത് വളരെ നിർണായകമാകും മണ്ണാർക്കാട് എന്നുള്ളത്. മണ്ണാർക്കാട്, അതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ 72% മാത്രമേ ഇക്കുറി പോൾ ചെയ്തുള്ളൂ. കഴിഞ്ഞ തവണ അത് 77% അപ്പോൾ ആ വോട്ടുകൾ ആർക്കാണ് UDF-ന് അത് കിട്ടേണ്ട വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മലമ്പുഴയിലും സമാനമായ സ്ഥിതിയുണ്ട്. 73% വോട്ടുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ തവണ അത് 78%. മലമ്പുഴ എപ്പോഴും ഇടതുപക്ഷത്തിന് ഒരു അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണ്, ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ട് കിട്ടാറുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ കൂട്ടിക്കിഴിക്കലുകൾ നോക്കുമ്പോൾ അത് ഇത്തവണത്തെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്കും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമോ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു നിരാശയോ നൽകുന്നില്ല. അത് സമ്മിശ്രമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം വന്നിട്ടുള്ളത്. ശരി, ഗോകുലാണ് പാലക്കാടിന്റെ ഒരു പൊതുചിത്രം നമ്മളിലേക്ക് എത്തിച്ചത്.